ഹലോ ഡിയേഴ്സ്, സുഖാണ് എല്ലാവർക്കും. നമ്മൾ 2025 എത്തിയിരിക്കുകയാണ് അല്ലേ. പക്ഷെ ഇന്നാണെന്നുണ്ടെങ്കിൽ ഒരു സറൗണ്ടിങ്സിൽ നമ്മൾ മെൻസ്ട്രൽ സർക്കിളിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു പീരിയഡ്സിനെ കുറിച്ച് നമുക്ക് പറയാനായിട്ട് എന്തൊന്നില്ലാത്തൊരു മടിയോ നാണക്കേടൊക്കെയാണ്. ഇതൊരു നാച്ചുറൽ പ്രോസസ്സാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഒരു അക്വേർഡ്നെസ് എല്ലാവർക്കും ഉള്ളത്? അപ്പോൾ നമുക്ക് ഈ അടുത്ത് ഒരു എവർട്ടീൻ ഒരു സർവേ നടത്തി. അക്കോർഡിംഗ് ടു ദി സർവേ 1000 പേരിൽ നമ്മൾ സർവേ നടത്തിയിട്ട് അതിൽ 75% വുമൻസ് നമ്മളുടെ ഈവൻ അവരുടെ പാർട്ട്നേഴ്സിനോട് പോലും ഈ ഒരു പീരിയഡ്സ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ട് ഇതിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നു ഇതൊന്നും പറയാനായിട്ട് മടിക്കുന്നു, അല്ലെങ്കിൽ അവർ പരസ്പരം ചർച്ച ചെയ്യുന്നില്ല. അതുപോലെ തന്നെ അവർ സോഷ്യൽ മീഡിയ വഴിയാണ് ഈ ഒരു പീരിയഡ്സിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യാനായിട്ട് ഇന്റർനെറ്റ് സോഷ്യൽ മീഡിയയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സെയിം സർവേ റിവീൽ ചെയ്തിരിക്കുന്നത് 71.6% വുമൻസ് ബിലീവ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയ ആണ്. അത് അക്യുറേറ്റ് ഇൻഫർമേഷൻ തരുമെന്ന് അവർ പീരിയഡ്സിനെ കുറിച്ച് തരുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ 11.5% മാത്രമാണ് ഒരു എമർജൻസി സിറ്റുവേഷനിൽ ഇത് യഥാർത്ഥമായിട്ട് യൂസ് ചെയ്യുന്നുള്ളൂ. സോ ദ പ്രോബ്ലം ഈസ് നോട്ട് അസസ്, ഇറ്റ്സ് അബൌട്ട് ട്രസ്റ്റ് ആൻഡ് ക്ലാരിറ്റി. ഈ ഒരു മെൻസ്ട്രൽ ഹൈജീൻ ഡേയിൽ നമുക്ക് ലെറ്റ്സ് സ്പീക്ക് ഓപ്പൺലി അബൌട്ട് പീരിയഡ്സ് വിത്ത് എവരിതിങ്. ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആയതുകൊണ്ട് തന്നെ എൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മളെ കേൾക്കുന്നവർക്ക് ഞാൻ കൊടുക്കുന്ന ഇൻഫർമേഷൻസ് അക്യുറേറ്റ് ആയിരിക്കണം, ഹോണസ്റ്റ് ആയിട്ട് ഫീൽ ചെയ്യണം, അല്ലെങ്കിൽ ജെനുവിൻലി ഹെൽപ്ഫുൾ ആയിരിക്കണം എന്നുള്ളത്. അതുപോലെ തന്നെ എൻ്റെ ഗോളാണ് ഈ ഒരു കാര്യം കേൾക്കുന്ന സ്ത്രീകൾക്ക്, നമ്മളെപ്പോലുള്ള എല്ലാ സ്ത്രീകൾക്കും കോൺഫിഡൻ്റ് ആയിട്ട് ഇത് കേൾക്കാനായിട്ടും മറ്റൊരാൾക്ക് കോൺഫിഡൻ്റ് ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനായിട്ട് പറ്റണമെന്നുള്ളത്. നമുക്ക് ഒന്നിച്ച് നിൽക്കാം, ഈ ടാബോയെ തകർക്കാം, പീരിയഡ്സിന്റെ ലജ്ജയെ നാണമൊക്കെ ഇവിടെ അവസാനിപ്പിക്കാം. ബോഡിനെ മാത്രമല്ല നമുക്ക് സംരക്ഷിക്കേണ്ടത്, മനസ്സുകളെ പഠിപ്പിക്കണമെന്നും നമ്മൾ മനസ്സിലാക്കണം. കാരണം സ്വാതന്ത്ര്യം ഉണ്ടാവുന്നത് നാണമില്ലാത്ത, ടാബു ഇല്ലാത്ത, നല്ല അവബോധമുള്ളൊരു ലോകത്താണ്. ഈ മെൻസ്ട്രൽ ഹൈജീൻ ഡേയിൽ എവരിടീൻ്റെ ഡിസ്പോസിബിൾ പീരിയഡ് പാൻറ്റീസ് നിങ്ങൾക്കായി ഒരു സമ്മാനമായിട്ട് തരുന്നു. നിങ്ങളുടെ ആശ്വാസത്തിന്റെ പങ്കാളി, സ്റ്റെയിനിന്റെയും ഹെസിറ്റേഷനൊന്നും പേടിയില്ലാണ്ട് സ്വാതന്ത്ര്യമായി ഒഴുകാനുള്ള സ്വാതന്ത്ര്യവും നൽകുന്നു. കാരണം ഇത് വിശ്വാസത്തിന്റെയും അന്തസ്സിന്റെയും ശക്തിപ്പെടുത്തലിന്റെയും ഒരു ഓർമ്മപ്പെടുത്തലൂടെയാണ്. അപ്പം ഹാപ്പി മെൻസ്ട്രൽ ഹൈജീൻ ഡേ.